ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക്സിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ സൈഡാണ്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ഇൻപുട്ടുകളും ഒരു സിംഗിൾ ഔട്ട്പുട്ടും ഉള്ള ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ ലോജിക് ഗേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോജിക് ഗേറ്റുകളാണ് ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ലോജിക് ഗേറ്റ്സ് പഠിച്ചു വരുമ്പോൾ നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. ട്രൂത്ത് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും അടങ്ങിയിരിക്കുന്നത് എത്ര ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് ട്രൂത്ത് ടേബിളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ എത്ര കോമ്പിനേഷൻസ് ഇൻപുട്ട് ഉണ്ടാവും, കറസ്പോണ്ടിങ് അതിന് ഔട്ട്പുട്ട് എന്തുണ്ടാവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സിന് നമ്മളൊരു 3 കാറ്റഗറിയിൽ തരംതിരിക്കുകയാണ്. ആകെയുള്ള ലോജിക് ഗേറ്റ്സ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയും. അതിൽ ആൻഡ് ഓർ നോട്ട്, AOI ലോജിക് എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ആൻഡ് ഓർ ഇൻവെർട്ട് എന്ന് പറയും. നോട്ട് ഗേറ്റിന് പറയുന്ന വേറെ പേരാണ് ഇൻവെർട്ട് എന്ന് പറയും. പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള 2 നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. പിന്നെ സ്പെഷ്യൽ ഗേറ്റുകളായിട്ടുള്ള എക്സോറും എക്സ്നോർ, അങ്ങനെ 2 ഗേറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഗേറ്റുകളെ തരം തിരിക്കപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല പേജുകളായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നമ്മളൊരു സിംഗിൾ സ്ലൈഡിലോട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. എല്ലാ ഗേറ്റുകളും തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ബഫർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കാണിച്ചിട്ടുണ്ട്. ബഫർ എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിലില്ല, പക്ഷെ ബഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് തരുന്നു. Y = A. ഒരു ഇൻപുട്ട് അതിനുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ Y എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അത് അതിന്റെ ഇക്വേഷൻ വരുന്നത് എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതിന് ഔട്ട്പുട്ട് കിട്ടും. അതാണ് അതിന്റെ ട്രൂത്ത് ടേബിളിൽ കാണിക്കുന്നത്. A 0 കൊടുത്താൽ ഔട്ട്പുട്ട് Y 0 ആയിരിക്കും. ഇനി അടുത്തതിന്റെ താഴെ ഇൻവെർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ സിമ്പിൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളും ഉണ്ട്, അതിന് ചേർന്നൊരു ബബിളും ഉണ്ട്. ഇൻവെർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞത് വരുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ വരുന്നത് Y = A bar എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻപുട്ടിൽ 0 കൊടുത്താൽ ഔട്ട്പുട്ടിൽ 1 വരും. ഇൻപുട്ടിൽ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ 0 വരും. അതാണ് ട്രൂത്ത് ടേബിളിൽ നിന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗേറ്റിന്റെ ഉപയോഗം മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് Y = A.B എന്നുള്ളതാണ് അവിടെ വരുന്നത്. Y = A.B. ഡോട്ട് സൂചിപ്പിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്, അതുകൊണ്ട് 2 ഇൻപുട്ട് വെച്ചിട്ടുള്ള 4 കോമ്പിനേഷൻസ് എഴുതിയിരിക്കുന്നു. 0 0 0 1 1 0 1 1. ഈ 0 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 എന്ന് നമ്മൾ പറയുന്നത്, 0 1 എന്ന് വെച്ചാൽ 1 എന്ന് നമ്മൾ എണ്ണുന്നതാണ്. 1 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എന്ന് എണ്ണുന്നതാണ്. 1 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എന്ന് എണ്ണുന്നതാണ് നമ്മൾ. അപ്പോ അത് ബൈനറി നമ്പേഴ്സ് ആണ് ആ റെപ്രസെന്റേഷൻ. അപ്പോ ആദ്യം 0 0 വരുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരമാണെങ്കിൽ അത് 0 ആയിരിക്കും. 0 × 0 0 തന്നെ. ഇനി 0 × 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 0.1 എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി 1.0 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 0. 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി അടുത്ത ഗേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റിലെ എക്സ്പ്ലെയിൻ നാൻഡ് ഗേറ്റ് എന്നുള്ളതാണ്. നാൻഡ് ഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആൻഡ് ചെയ്ത് നോട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇക്വേഷൻ വരുമ്പോൾ Y = A.B എന്ന് വരും. ഇനി നോട്ട് ചെയ്യുന്നത് പറഞ്ഞാലോ ഇൻവെർട്ടിങ് കൂടി ചേർക്കണം, തലതിരിക്കണം. അപ്പൊ A bar എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിൽ ചേർക്കണം. അങ്ങനെയാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ A.B ഹോൾ ബാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പൊ 0.0 0 എന്ന് വരിക, പിന്നെ അതിന് ഇൻവെർട്ട് ചെയ്യണം, തലതിരിക്കണം. അപ്പൊ 1 എന്ന ഔട്ട്പുട്ട് വരും. അപ്പൊ അങ്ങനെ ട്രൂത്ത് ടേബിൾ മുഴുവൻ തന്നെ അങ്ങനെയാണ്. 0.1 ഔട്ട്പുട്ട് 1 ആണ് വന്നിരിക്കുന്നത്. 1.0 അതിന്റെ ഹോൾ ബാർ ചെയ്തപ്പോൾ ഔട്ട്പുട്ട് 1. 1.1 1 ആണ് നമുക്ക് കിട്ടാന്ന് അറിയാം. അതിന് ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോ ഈ നാൻഡ് ഗേറ്റിന്റെ ഒരു നമ്മളൊരു സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം
രണ്ട് ഇൻപുട്ട് സിമിലർ, അതായത് ഏതെങ്കിലും ഡിഫറെന്റ് ഇൻപുട്സ് വരുന്ന നേരങ്ങളിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് അവിടെ 1 ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ സെയിം, അതായത് 0 വരുന്ന നേരത്ത് മുഴുവൻ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 1 ആയി ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വരുന്ന നേരത്ത് ഔട്ട്പുട്ട് 1 ആയി ലഭിക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാം നാൻഡ് ഗേറ്റിൽ. ഇനി ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അതും ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഈ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇക്വേഷൻ y = a+b എന്നുള്ളതാണ്. അപ്പൊ അത് പ്രകാരം ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ 0 0 ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 0 + 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ 1 + 1 1 ആയിരിക്കും. 1 + 1 1 എന്നുള്ളത് ലോജിക്കൽ അഡീഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ബൈനറി അഡീഷൻ ആണെങ്കിലോ 1 + 1 1 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മളുടെ ഓർഡിനറി അഡീഷനിലാണെങ്കിൽ 1 + 1 2 എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി ടൈം ആണ് 1 + 1. ബൈനറി അഡീഷനിൽ 0 വിത്ത് ക്യാരി 1 എന്ന് പറയുന്നത്, 1 0 എന്ന് പറയുന്നത്. അപ്പൊ ലോജിക്കൽ അഡീഷൻ 1 + 1 1 ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ നോട്ട് ചെയ്യണം. അതുകൊണ്ട് ഔട്ട്പുട്ട് ഇക്വേഷൻ y = a+b, അത് കഴിഞ്ഞ് ഹോൾ ബാർ എന്ന് വരും. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് അവിടെ 1 ആയി വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഇക്വേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സ്പെഷ്യൽ ഗേറ്റുകളാണ് രണ്ടെണ്ണം. എക്സോറും ഉണ്ട്, എക്സ്നോറും ഉണ്ട്. അതിൽ എക്സോറിനെ കുറിച്ച് ആദ്യം നോക്കുകയാണെങ്കിൽ എക്സോറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ y = a exclusive b എന്നാണ്. ഈ എക്സ്ക്ലൂസീവ് ബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് a⁻.b + a.b ബാർ എന്ന് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് y = a exclusive b എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഇൻപുട്ട് വരുന്ന നേരത്ത് മാത്രമേ ഔട്ട്പുട്ട് 1 ആയിരിക്കുകയുള്ളൂ. അതാണ് എക്സോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിന്റെ പ്രത്യേകത. ഇനി എക്സ്നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ നോക്കാം. y = അതായത് എക്സോർ ചെയ്താൽ ഒന്നുകൂടി നോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എക്സ്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ട് എപ്പോഴാണ് സെയിം ആയിട്ട് വരുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട്സ് ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ട് ഇൻപുട്ട് സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എക്സ്നോർ ഗേറ്റിനെ നമുക്ക് വിവേചിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും ഗേറ്റുകളാണ് നമുക്കുള്ളത്. അതിൽ ബഫർ മാത്രമാണ് നമ്മൾ ഗേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാത്തതായിട്ടുള്ളത്. ബാക്കിയുള്ളത് എല്ലാതും തന്നെ നമ്മുടെ ബുക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സിംഗിൾ സ്ലൈഡിൽ നിങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.